السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മഹാപാപങ്ങളെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായ ഹദീസാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റുകൾ ഒഴിവാക്കാനും അള്ളാഹുവിന് ഏറ്റവും തൃപ്തികരമായ വഴി തിരഞ്ഞെടുക്കാനും വേണ്ടിയാണ് മഹാനായ സ്വഹാബി വര്യർ ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതദഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് രാജാതിരാജനായ പടച്ചതമ്പുരാൻ അല്ലാഹു ആയിരിക്കെ അവന് അള്ളാഹുവിന് സമന്മാരെ പങ്കാളികളെ ഉണ്ടാക്കലാണ്, ശിർക്കാണ് ഏറ്റവും വലിയ പാപമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ്, എല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. എന്നിട്ടും നന്ദി കെട്ട പ്രവർത്തനം ചെയ്യുന്ന, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അത് അനുഭവിക്കുകയും ചെയ്ത് ആ അനുഭവിക്കുന്ന മനുഷ്യൻ വേറെ ഒരാളെ അള്ളാഹുവിന് സമമായി വെക്കുന്നത് ഏറ്റവും വലിയ നന്ദികെട്ട പാപമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വലിയ പാപം ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൻതഖ്തുല വലദക മഖാഫത അൻ യത്അമ മഅക. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോ, നിന്റെ കൂടെ ആഹാരം കഴിക്കുമെന്ന, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന ഭയം കാരണം നീ നിന്റെ കുഞ്ഞിനെ വധിക്കലാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വധിക്കുന്നത് മഹാദയയില്ലായ്മയുടെയും ക്രൂരതയുടെയും അങ്ങേ അറ്റമാണ്. അതിലുപരി കുട്ടി കാരണം ദാരിദ്ര്യം വരും, അവന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് കരുതുന്നത് അള്ളാഹു അവനാണല്ലോ അന്നം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, അവൻ റസ്സാഖാണല്ലോ. ആ റബ്ബിന് എത്ര കുട്ടികളുണ്ടായാലും ആ റബ്ബിന് ഭക്ഷണം കൊടുക്കുന്നതറിയാം. ആ റബ്ബിന്റെ ഭക്ഷണം മുടങ്ങുകയില്ല, ആ റബ്ബിന്റെ അന്നം മുടങ്ങുകയില്ല. പക്ഷേ റബ്ബിന്റെ അന്നം മുടങ്ങുമെന്ന് ഞാൻ ഇവന് ഭക്ഷണം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് ഒരാൾ ഒരു കുഞ്ഞിനെ അഥവാ കുഞ്ഞിനെ കൊന്നുകളയുക, അങ്ങനെ കൊന്നുകളയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലുള്ളൊരു കുറവാണത്. ഇതിനാൽ തന്നെ രണ്ടാമത്തെ മഹാപാപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ പറ്റിയിട്ടൊരു മോശം ചിന്താഗതി വരുത്തുന്ന ഈ വിശ്വാസമുള്ള ഈ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പാപങ്ങളിൽ രണ്ടാമത്തെ പാപമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വലിയ പാപമേതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാല അൻതുസാനി ഹലീലത ജാരിക, നിന്റെ അയൽവാസിയെ, നിന്റെ അയൽക്കാരന്റെ ഭാര്യയുമായി നീ വ്യഭിചാരത്തിൽ ഏർപ്പെടലാണ്. പൊതുവേ വ്യഭിചാരം എന്നത് മഹാപാപമാണ്. എന്നാൽ അയൽക്കാരന്റെ ഭാര്യയുമായി അത് ചെയ്യുന്നതോ അതിന്റെ ഗൗരവം ഇരട്ടിയാണ്. കാരണം അയൽക്കാരന് സംരക്ഷണം കൊടുക്കേണ്ടതും അയൽക്കാരന് സുരക്ഷിതത്വം കൊടുക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ വലിയ കടമയാണ്. ആ വിശ്വസ്തതയെ തകർത്ത് അയൽക്കാരന്റെ കുടുംബത്തിൽ അവിഹിതം ചെയ്യുന്നത് അതിക്രമത്തിന്റെ കഠിനമായ രൂപമാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. അല്ലാഹുവോടൊപ്പം
സമന്മാരെ സൃഷ്ടിക്കുക, അള്ളാഹുവോടൊപ്പം സമന്മാരെ സൃഷ്ടിക്കുക, വേറൊരു ഇലാഹിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആരാധിക്കുക, അല്ലേ? അവന് ഇബാദത്ത് ചെയ്യുക, വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യുക, റബ്ബല്ലാത്ത വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യുക. ഇത് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്, അല്ലേ? കാരണം അതൊരു വലിയ നന്ദികേടാണല്ലോ ആ ചെയ്യുന്നത്. അപ്പോ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ എല്ലാ വൻ പാപങ്ങളിൽ നിന്നും മുക്തമായി, ചെറുപാപങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.